ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. വിഷുക്കണി ഒരുക്കിയും വിഷു കൈനീട്ടം നൽകിയും സദ്യ ഒരുക്കിയുമാണ് ആഘോഷം. വിഷു പുലരിയിൽ കണി ദർശനത്തിനായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷുവിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രിയും കൊച്ചിയിൽ നിന്ന് രേണുക രാജേന്ദ്രനും കോഴിക്കോട് നിന്ന് റിയാസ് KMR ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരം തലസ്ഥാനത്തെ വിഷുവിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. സൂര്യഗായത്രിയുണ്ട്. സൂര്യഗായത്രി, സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ വിഷുവാണ് ആഘോഷിക്കുന്നത് മലയാളികൾ. ഓണം കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് മലയാളികൾക്ക് വിഷു. ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ് തലസ്ഥാനത്തെ വിഷുവിശേഷങ്ങൾ? അതിര ഇപ്പോൾ 7-10 ആകാറാകുമ്പോഴും തിരക്ക് കുറയുന്നില്ല എന്നുള്ളതാണ്. നിരവധി ആളുകളാണ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന കണി കാണുന്നതിന് വേണ്ടിയിട്ട് ഈ അമ്പലങ്ങളിലൊക്കെ തന്നെ വരുന്നത്. ഞാൻ നിൽക്കുന്ന ക്ഷേത്രത്തിൽ അതിപ്പോൾ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവിടെ മാത്രമല്ല, തലസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ അതിരാവിലെ ആയിരുന്നു, പുലർച്ചെയായിരുന്നു കണി കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. 3 മണി മുതൽ 4 മണി വരെയൊക്കെ ആയിരുന്നു അവിടെ കണി കാണാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ കണി കാണൽ ചടങ്ങൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഞാനിപ്പോൾ നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പേരാവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, വലിയ ക്യൂ തന്നെ ഉണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വീട്ടിൽ ഉണർന്ന് ഇന്നലെ രാത്രി തന്നെ ഒരുക്കി വെച്ച കണിയൊക്കെ കണ്ടതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് കണ്ണനെ കാണുന്നതിന് വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയതാണ്. ഇപ്പോ കുറച്ചധികം ആളുകൾ ഈ സമയങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് വിഷുദിനത്തിൽ എല്ലാവരും തന്നെ നടത്തുന്നത്. കണിയൊക്കെ കണ്ടതിന് ശേഷം മുതിർന്നവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി, അതുപോലെ തന്നെ വീട്ടിലെ ഇളയവർക്ക് കൈനീട്ടമൊക്കെ കൊടുത്തിട്ടാണ് ക്ഷേത്ര ദർശനം പലരും നടത്തുന്നത്. അപൂർവ വീടുകളിലാണ് വലിയ സദ്യവട്ടമൊക്കെ വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷമായിരിക്കും നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കൽ ആയിട്ടുള്ള ചടങ്ങുകളൊന്നും തന്നെ വിഷുവുമായിട്ട് ഈ തിരുവനന്തപുരം ജില്ലയിലൊന്നും അധികമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദുബായിൽ നിന്നടക്കം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ കുറച്ചധികം പേരെ ഇവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ വിഷുദിനം നോക്കി ലീവിന് അപ്ലൈ ചെയ്ത് നാട്ടിലേക്ക് എത്തിയതാണ്. അത്തരത്തിൽ നാട്ടിൽ തന്നെ വിഷു ആഘോഷിക്കാനും ഓണം ആഘോഷിക്കാനും ഒക്കെ അത് മറ്റൊരു പ്രത്യേക സന്തോഷമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം അത്തരത്തിലുള്ള ആഘോഷങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ വിദേശത്ത് അല്ലെങ്കിൽ ദുബായിലും അതുപോലെ തന്നെ മറ്റ് കേരളത്തിന് പുറത്തുള്ളവരും ഒക്കെ തന്നെ അവർക്ക് കഴിയുന്ന രീതിയിൽ, അതൊരു പക്ഷേ കേരളത്തിൽ നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ അവരൊക്കെ തന്നെ ആഘോഷിക്കാറുണ്ട്. അവരൊക്കെ തന്നെ വിഷുദിനത്തിൽ കണിയൊക്കെ തങ്ങളുടെ വീടുകളിൽ ഒരുക്കി കണി കാണുകയും ക്ഷേത്രം സമീപത്ത് ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുകയാണ് കേരളീയർ മുഴുവൻ. പക്ഷെ അപ്പോഴും ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുറച്ചധികം പേരും ആഘോഷങ്ങളെ വരവേൽക്കാൻ കഴിയില്ല എന്ന് കൂടിയാണ്. പ്രത്യേകിച്ച് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ CPO ഉദ്യോഗാർത്ഥികളും അടക്കം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ വിഷു ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആശാപ്രവർത്തകർ അവരുടെ സമര പന്തലിന് തൊട്ട് മുന്നിലായിട്ട് തന്നെ കണിയൊക്കെ ഒരുക്കി കണി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ CPO ഉദ്യോഗാർത്ഥികളും അവർ വലിയ പ്രതിസന്ധിയാണ്, വലിയ സങ്കടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പുത്തൻ പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് വിഷുവിന് ഇതിനൊക്കെ തന്നെ കണി കണ്ടുണർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു വ്യത്യാസമില്ലാതെ, അതിപ്പോൾ ജാതി മത ഭേദമന്യേ എന്ന് തന്നെ പറയാം, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ ഈ ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ. എന്തായാലും വിഷുദിനം അത് വളരെ സമൃദ്ധിയോടെ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് മലയാളികൾ. ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകൾ എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ പുലർച്ചെ തന്നെ വീടുകളിലൊക്കെ തന്നെ കണി ഒരുക്കി അത് കണി കണ്ടതിന് ശേഷം പിന്നീട് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. കണിയൊക്കെ കണ്ടോ? കൈനീട്ടം കിട്ടിയോ? ആരാ കൈനീട്ടം തന്നെ? കേട്ടില്ല. അമ്മയാണോ? പേരെന്താ? ആത്മിക. കണിയൊക്കെ ഒരുക്കി പുലർച്ചെ കണിയുണ്ട്. ഹരിനാമകീർത്തനൊക്കെ ചൊല്ലി സന്തോഷം. ക്ഷേത്ര ദർശനം
സന്തോഷം. സന്തോഷം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കണിയൊക്കെ ഇരിക്കോ? ഒരുക്കി. ദർശനത്തിനായിട്ട് എത്തിയതാണ്. എങ്ങനെയുണ്ട് വിഷു ഇത്തവണത്തെ? നല്ലതാണ്, നല്ലതായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ. എങ്ങനെയുണ്ട് വിഷു? നല്ല വിഷുവാണ്. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ ഇനിയിപ്പോ ദർശനമൊക്കെ കഴിഞ്ഞു പോയാൽ? സദ്യ ഉണ്ട്, സദ്യ ഒരുക്കണം. പ്രാർത്ഥന. കുടുംബാംഗങ്ങളൊക്കെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വിഷു എന്ന് പറയുന്നത് ഒത്തുചേരലിന്റെ കൂടെ ഒരു ഉത്സവമാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്ന എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഉത്സവം കൂടിയാണ്. എങ്ങനെയാണ് മലബാറിലെ കോഴിക്കോട് വിഷുവിശേഷങ്ങൾ? കോഴിക്കോടും വിഷു ഏറെ മനോഹരമാകുന്ന ഒരു നിമിഷമാണ് വിഷു എന്ന് പറയുന്നത്. പരസ്പരമുള്ള ഒരു ബന്ധങ്ങളെല്ലാം നമുക്ക് ഊട്ടിയുറപ്പിക്കാനും കുടുംബാംഗങ്ങൾക്ക് ഒത്തുചേരാനും ഒക്കെ പറ്റിയ ഒരു നിമിഷമാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തന്നെയാണ്. ഇവിടെ ഒരുപാട് പേർ ക്ഷേത്രത്തിൽ തൊഴാനും ദർശനത്തിനുമൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ വിഷു? ഹിന്ദിയാണോ? ഹിന്ദിയാണോ? എന്താ പേര്? ആശിഷ്. അപ്പോ പുള്ളി കേരളത്തിലെ ആദ്യത്തെ വിഷു. വർക്കിനായിട്ടാണോ വന്നത്? അപ്പോ എങ്ങനെ ഇദ്ദേഹത്തിന്റെ എന്റെ വീട് മലപ്പുറം. വർക്കിന് വന്ന. അപ്പോ എങ്ങനെ ഇത്തവണത്തെ വിഷു ഒക്കെ വീട്ടിലാണോ? അല്ല, ഇവിടെ തന്നെയാണ്. പിന്നെ വീട്ടിലേക്ക്. അപ്പൊ ഹാപ്പി വിഷു. അങ്ങനെ ഒരു ആശിഷ് ഹിന്ദിക്കാരൻ, അദ്ദേഹം ആഘോഷിക്കാനായി എത്തിയതാണ്. ഇപ്പൊ ഇവിടെ എങ്ങനെ ഇത്തവണത്തെ വിഷു എങ്ങനെ? നല്ല അടിപൊളി. എല്ലാം ഒരുക്കിയോ? എന്താ മോളുടെ പേര്? അനേഷ. കൈനീട്ടൊക്കെ കിട്ടിയല്ലേ? അടിപൊളി. എങ്ങനെയാ ഇത്തവണത്തെ വിഷു? വിഷു എങ്ങനെ പോകുന്നുണ്ട്? ഈ പഴയ വിഷു എങ്ങനെയാ ഓർക്കുന്നത്? പഴയ വിഷു അത് അടിപൊളി. ഇപ്പം പിന്നെ ഏജ് കഴിഞ്ഞില്ലേ, അപ്പം പിന്നെ നമുക്ക് സാധാ കുട്ടികളെല്ലാം ആഘോഷിക്കുന്നു. നമ്മള് കുട്ടികളായിരുന്നപ്പോ കൂട്ടുകുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം എല്ലാവരും കൂടെ. ഇപ്പം അങ്ങനെ ഇല്ല, ആർക്കും സമയമില്ല. അമ്മമാരൊക്കെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. തറവാട്ടിലാവുമ്പോൾ അങ്ങനെ എല്ലാ ഇതും ഉണ്ടാവുമല്ലോ. പഴയ വിഷുവിന്റെ ഓർമ്മകളാണ് അവർ പങ്കുവെച്ചത്. എങ്ങനെയാ ഇത്തവണത്തെ വിഷു എങ്ങനെ? നല്ല വിഷയമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരുക്കി അതിനുശേഷമാണ് ഇപ്പം ക്ഷേത്ര വന്നിരിക്കുന്നത്. വിഷു ദിവസം എല്ലാ വർഷവും ക്ഷേത്ര ദർശനം ഉണ്ട്. എല്ലാ കൊല്ലവും വരും. എങ്ങനെയാ ഈ ഇത്തവണ കുടുംബത്തോടൊപ്പം വീട്ടിൽ തന്നെ എങ്ങനെയാ പുതിയ കോടിയൊക്കെ ഇട്ടിട്ടാണ് വന്നത്? അതെ. അപ്പോ ഇത്തവണ വിഷുവിന്റെ എല്ലാ പ്രിപ്പറേഷനൊക്കെ ആയോ? സദ്യ വട്ടങ്ങളൊക്കെ ഒരുക്കി? അമ്മ ഒരുക്കുന്നുണ്ട്. കണി വീട്ടുന്നാണ്? അതെ, വീട്ടിൽ നിന്ന് അതും അമ്മയുടെ. എങ്ങനെയാ ഇത്തവണത്തെ വിഷു എങ്ങനെ? വിഷു കണി വീട്ടിൽ രാവിലെ തന്നെ ഒരുക്കി അങ്ങനെയൊക്കെ. അതെ. വീട്ടിൽ നിന്ന് കണി കണ്ടിട്ടാണ് വരുന്നത്, അമ്പലത്തിൽ വരുന്നത്. ഇത് ഇത്തവണ ഇത് കൊടുത്തോ? കൈനീട്ടം കൊടുത്തോ? കൈനീട്ടം കൊടുക്കണം, വാങ്ങണല്ലേ? ഇത്തവണ ആദ്യത്തെ വിഷു ആണോ? രണ്ടാമത്തെ വിഷു. രണ്ടുപേരും കണ്ടപ്പോ കോടി വിഷു പോലെയാണ്. രണ്ട് പുതിയ ദമ്പതികളാണ് അവരുടെ രണ്ടാമത്തെ വിഷുവാണ് കല്യാണം കഴിഞ്ഞിട്ട്. എങ്ങനെയാ ഇത്തവണത്തെ വിഷു? കുഴപ്പമില്ല, നമ്മൾ ഉഷാറാക്കും. എങ്ങനെയാ സദ്യക്ക് എന്താ? പായസം എന്താ? പായസം സേമിയാണ്. എല്ലാരും ചോദിക്കുന്നവര് പാൽപ്പായസം ഉണ്ടോ? ഞങ്ങളങ്ങോട്ട് നമ്മള് വരും കേട്ടോ. വളവണ്ണയിലാണ്. അത്രയും വരണം. തൽക്കാലം നമുക്ക് എവിടുന്നെങ്കിലും ഒരു പായസം വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്താ 3 ഒന്ന് വന്നേ ഫ്രെയിമിൽ വന്ന 3 പേര്. അല്ല, ഈ പ്രാവശ്യം എന്താ വെച്ചാല് വിഷുവിന് 3 പേരും ഒരേമാതിരി. വൈഫും ഉണ്ടായിനി, അവർക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും വിഷു അടിച്ചു പൊളിക്കാൻ. ഒന്ന് പേര് അലൻ കൃഷ്ണ. അനയ് കൃഷ്ണ. ലാലു കൃഷ്ണ. ലാൽകൃഷ്ണ. അതാണ് ഈ ഒരു ഒരുമ. അച്ഛനും മക്കളുമാണ്. ഒരേ മനോഹരമായ രീതിയിൽ ഒരുപോലെ അവര് സുന്ദരമായി തന്നെ വരുന്നു. ഇപ്പൊ പിടിക്കുന്നു കൊണ്ടാണ് ഈ നമ്മൾ പണ്ട് ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന ഒരു ഭയം അല്ലേ? അതേപോലെ തന്നെ ഏകദേശം ഇങ്ങനെ ഒളിഞ്ഞു മാറി കിടക്കുന്നത്. എങ്ങനെ വിഷു? എങ്ങനെയാ? ഉഷാറന്നെ. പാട്ട് പാടും?
ആര് ഞാനോ ഇവൻ പാടും ഞാൻ ജിത്തു ഞാനാണ് ചിത്തു ഒരു പാട്ട് പാട്ട് ഞാൻ പാടില്ല അനുപേട്ടൻ പാട്ടുകാരനാണ് അനുവേട്ടൻ ഇങ്ങനെ എന്നെ പറയൂ അനുവേട്ടൻ പാടില്ല അപ്പൊ ഇതാണോ നിങ്ങളുടെക്കിടയിലുള്ള ഇത് മറ്റേ നമ്മുടെ കുട്ടേട്ടൻ അനുവേട്ടനാണ്. എങ്ങനെ അനുവേട്ട ഇത്തവണ നമ്മുടെ ടീമിന്റെ വിഷു എങ്ങനെ? വിഷുവൊക്കെ അടിപൊളിയാണ്. അപ്പോ അവര് വിഷു ഗംഭീരാക്കിയിട്ട് ആഘോഷിച്ചിരിക്കുകയാണ്. ഇതേ ഒരു കുഞ്ഞു ഭാവിയുണ്ട്. എന്താ പേരെന്താ റയാൻ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ വിഷു എങ്ങനെ? വിഷു അടിപൊളിയല്ലേ? എല്ലാ കൊല്ലം എല്ലാ കൊല്ലം അടിപൊളി ഉഷാറാക്കി. എങ്ങനെ വിഷുവൊക്കെ കൈനട്ടം കൊടുത്തോ? ഇനി പോയിട്ട് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് വരിക. അങ്ങനെ കൈനീട്ടം കൊടുത്തും ഒക്കെ വാങ്ങി ചെറിയ ആൾക്കാരും നൽകി മുതിർന്നവരും ഒക്കെ മനോഹരമായിട്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രങ്ങളിൽ വീടുകളിൽ കണി കണ്ട് ഇനി ക്ഷേത്രങ്ങളിൽ കണി ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇനി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇനി സദ്യ ഒരുക്കാനുള്ള തിടുക്കത്തിലാണ് വീട്ടമ്മമാരും എല്ലാവരും ഒത്തുകൂടിയുള്ള ഒരു ആഘോഷം തന്നെയാണ് വിഷു. എങ്ങനെയാണ് വിശേഷങ്ങൾ? തികച്ചും അല്ലെങ്കിൽ വിഷു ഏറ്റവും സമൃദ്ധിയുടെ ഒരു വിഷു കൂടി തന്നെയാണ് ഇക്കൊല്ലം വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കവിയും ഗാനരചയിതാവുമായ RK ദാമോദരൻ സാറുണ്ട്. സാർ ഹാപ്പി വിഷു. കണിയൊക്കെ കണ്ടായിരുന്നു? കണിയൊക്കെ കാണുന്ന അദ്ദേഹം തൊഴുന്നതിൻ്റെ തിരക്കിലാണ്. അത് തീർച്ചയായും. അപ്പം വിഷുവിൻ്റെ ചില തിരക്കുകളിലാണ്. അങ്ങനെ ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. ഒരു സന്തോഷത്തിൻ്റെയും ഒരു സമാധാനത്തിൻ്റെയും കാഴ്ചകൾക്കായി വിഷു കാണാൻ അല്ലെങ്കിൽ വിഷുക്കണി കാണാനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും നിരവധി പേരാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പേരെന്താ? ഗൗരവ്. വീട്ടിൽ കണിയൊക്കെ കണ്ടോ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കൃഷ്ണ ഗൗരി. വീട്ടിൽ കണിയൊക്കെ കണ്ടോ? എന്താണ് സ്പെഷ്യൽ? അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടായിരുന്നില്ല. പഠിക്കുവാണോ? സ്കൂളിൽ? എല്ലാം എൻ്റെ കോളേജ് കഴിഞ്ഞ് നിൽക്കുക. വിഷു. ഹാപ്പി വിഷു. അപ്പം എല്ലാവരും തിരക്കിട്ട് നിൽക്കുകയാണ് വിഷു കാഴ്ചകളിലേക്ക്. ഹലോ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വീട്ടിൽ കണിയൊക്കെ കണ്ടോ? കൈനീട്ടം കിട്ടിയാണോ? കൈനീട്ടം ആരാ തന്നെ? അമ്മയാണോ അച്ഛനാണോ തന്നെ? ചേച്ചി ഹാപ്പി വിഷു. വീട്ടില് കണിയൊക്കെ വെച്ചു? വെച്ചായിരുന്നു. ഹാപ്പി വിഷു. വീട്ടില് കണിയൊക്കെ വെച്ചോ? വീട്ടില് കണിയൊക്കെ വെച്ചു. എന്താണ് സ്പെഷ്യൽ? അങ്ങനെയൊന്നുമില്ല. ഹലോ, ഹാപ്പി വിഷു. വീട്ടില് കണിയുണ്ടോ? വിഷുവിന്റെ പുതിയ ഉടുപ്പാണോ? നല്ല രസമുണ്ടല്ലോ. ഒരു പാട്ട് പാടുമോ? എനിക്ക് പാട്ടറിയില്ല. ഒരു പാട്ട് പാടുമോ കൃഷ്ണന്റെ? എനിക്ക് കൃഷ്ണന്റെ അറിയില്ല. അറിയുന്നൊരു പാട്ട് പാടുമോ? എനിക്ക് ഒന്നും അറിയില്ല. കുഞ്ഞിന്റെ പേരെന്നാ? ഹാപ്പി വിഷു. പേരെന്താ? അവനിക. പാട്ട് പാടുമോ? ഇന്ന് വിഷുക്കോടിയത് എന്താ വീട്ടില് സ്പെഷ്യൽ? വിഷുവിന് സദ്യ അറിയില്ല. എന്താന്നറിയില്ലേ? എന്താ? ഇന്ന് പായസം കുടിക്കുവോ വീട്ടില്? ഇഷ്ടമുള്ള പായസം ഏതാ? പാൽപ്പായസം. കൃഷ്ണനെ ഇഷ്ടമാണോ? കൃഷ്ണനെ തൊഴുതോ? അപ്പൊ കൊച്ചു വിശേഷങ്ങളാണ്. ഒരു കൃഷ്ണന്റെ മനസ്സ് പോലെ തന്നെ ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് ഒരു കൊച്ചുകുട്ടിയുടെ വിശേഷങ്ങളും കാണാൻ കഴിഞ്ഞത്. കൃഷ്ണന് വേണ്ടിയുള്ള ഇഷ്ടം അല്ലെങ്കിൽ കൃഷ്ണൻ ഇഷ്ടപ്പെട്ട ഒരു പാൽപ്പായസം അല്ലെങ്കിൽ പാലട പായസത്തിലേക്ക് തന്നെയാണ് മിക്ക വീടുകളിലും പാലട പായസങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും പ്രദർശനത്തിൻ്റെയും അല്ലെങ്കിൽ ക്ഷേത്രം ചുറ്റുന്നതിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രം വലം വെച്ച്